തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെ UDF-ൽ മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമാവുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തിരികെ എത്തിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. എന്നാൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നീക്കത്തിൽ ജോസഫ് വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. മാണി ഗ്രൂപ്പ് വരുന്നത് മുന്നണിയെ കളങ്കപ്പെടുത്തുമെന്ന് PJ ജോസഫ് മീഡിയ വണ്ണിനോട് തുറന്നടിച്ചു. LDF-ൽ അതൃപ്തർ ധാരാളമുണ്ടെന്നും ആശയപരമായി യോജിക്കാൻ കഴിയുന്നവർ മുന്നണിയിലേക്ക് വരുമെന്ന പ്രതീക്ഷയുണ്ടെന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. മുന്നണി വിപുലീകരണ ചർച്ചകൾ തുടങ്ങുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. മുന്നണി മാറ്റം ആലോചിക്കുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. പ്രധാനപ്പെട്ട കക്ഷികൾ മുന്നണിയിലേക്ക് വരും എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. 100 സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യത്തോടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞത്. അത് വരാൻ ഇപ്പം തന്നെ ശക്തമാണ് തെളിയില്ലേ ഈ കാറ്റ്. അതിന് ഈ മുന്നണി തന്നെ ശക്തമാണ്. അതിന് ആരും വരണമെന്നില്ല. ഈ തെറ്റുകൾക്കും അഴിമതിക്കും മുഴുവൻ കൂട്ടുതന്നതിന് ശേഷം അവസാന ദിവസം വന്നാൽ അത് ഈ മുന്നണിയെ കളങ്കപ്പെടുത്തും. മാണി വിഭാഗം അവരുടെ അണികൾ ഇങ്ങോട്ട് പോരട്ടെ, ഞങ്ങൾ ഈ സ്വാഗതം ചെയ്തു. ഈ കള്ളക്കച്ചവടത്തിനും സ്വർണ്ണപ്പാളി മോഷണത്തിനും കൂട്ടുനിന്നവർ അവിടെ തന്നെ നിൽക്കട്ടെ. എതിർക്കല്ല, അതിൻ്റെ ആവശ്യമില്ല, പ്രസക്തിയില്ല. ആണ് മുന്നണി ഇപ്പോൾ ഓൾറെഡി ജനങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടിയല്ലോ. അത് നന്നായി മുന്നോട്ട് പോവുകയല്ലേ, അത് വരട്ടെ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാനുള്ള സന്ദർഭം നമ്മളുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നേതാക്കന്മാരെ കൂടി തിരഞ്ഞെടുത്തതിന് ശേഷമേ ഉണ്ടാവും. അതാദ്യം കഴിയട്ടെ. UDF-നോട് ആശയപരമായി യോജിക്കുന്ന കൂടുതൽ പാർട്ടികൾ UDF-ന്റെ അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞു. എല്ലാ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ റിസൾട്ട് എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ഉറച്ച തെളിവാണ്. യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വേസ്റ്റ് ഇലക്ഷനിൽ ബെസ്റ്റ് റിസൾട്ട് UDF-ന് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഉടനെ മുന്നണി മാറുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരാജയം നാളെ വിജയമാവുമല്ലോ. ചെയ്യട്ടെ. അതാണ് PJ ജോസഫ് സാറ് കാണേണ്ടത്. അതൊക്കെ കോൺഗ്രസ്സല്ലേ പറയേണ്ടത്. മുന്നണിയുടെ കാര്യങ്ങൾ അവർ സാധനം ചെയ്ത് എന്തുകൊണ്ടാണ്? കേരള കോൺഗ്രസിന് സ്വാധീനമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പണ്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ LDF-ലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? അടിത്തറയുള്ള പാർട്ടി കേരള കോൺഗ്രസ് എമ്മാണ്. അത് CPM-ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അന്നത്തെ കാലത്ത്. അന്നും ജോസഫ് സാർ കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്തിയത് അണികളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മനസ്സിലായി അങ്ങനെയല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ്താവനകൾക്കൊന്നും അടിസ്ഥാനമില്ല. അതിലൊരു അടിസ്ഥാനമില്ലാത്ത പ്രസ്താവനകളാണ്. അത് അനാവശ്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ തിരിച്ച് പറയുന്നില്ലല്ലോ. എവിടെയെങ്കിലും പരാജയപ്പെട്ട ഉടനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തീർന്നു പോയെന്ന് ഞങ്ങൾ പറയാറില്ലല്ലോ. യെസ്, മുഹമ്മദ് ആഷിഖും അനീസ് അലിയുമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആദ്യം ആഷിഖിലേക്ക്. ആഷിഖ്, PJ ജോസഫ് എക്സ്ക്ലൂസീവായി മീഡിയ വണ്ണിനോട് പറഞ്ഞത് ജോസ് കെ മാണി UDF-ലേക്ക് വരേണ്ട എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അണികൾ വേണമെങ്കിൽ വന്നോട്ടെ, നേതാക്കളെ അല്ലെങ്കിൽ ആ പാർട്ടിയെ UDF-ലേക്ക് ക്ഷണിക്കേണ്ട എന്നുള്ളതാണ്. അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ UDF-ന് അത് വലിയ പ്രതിസന്ധിയല്ലേ സൃഷ്ടിക്കുക? തീർച്ചയായും അത് തന്നെയാണ്. PJ ജോസഫ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത മറുപടിയാണ് നൽകിയത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് കളങ്കിതരായ ആളുകളെ മുന്നണിയിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് വ്യക്തമായി തന്നെ മറുപടി പറയുകയായിരുന്നു PJ ജോസഫ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയുന്നത് മാണി വിഭാഗം UDF-ലേക്ക് മുന്നണിയിലേക്ക് വന്നാൽ അത് മുന്നണിയെ കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ മറ്റുള്ളവർ കൂടി വരേണ്ടാത്ത രീതിയിൽ തന്നെയും ശക്തമാണ് ഈ ഘട്ടത്തിൽ മുന്നണി എന്ന് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിട്ടുണ്ട് എന്നും PJ ജോസഫ് വ്യക്തമായി തന്നെയും പറയുന്നുണ്ട്. ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ PJ ജോസഫ് മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻപെല്ലാം ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവ്യക്തമായും പൂർണ്ണമായും പ്രതികരിക്കാതെയും ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി PJ ജോസഫാണ് ശക്തൻ എന്ന് വ്യക്തമായിരിക്കുന്നു. കേരള കോൺഗ്രസുകളിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടിയതും PJ ജോസഫ് വിഭാഗമാണ്. അതോടുകൂടി ആ വിജയം നൽകിയ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇത്ര ശക്തമായ
ശക്തമായ ഒരു നിലപാടിലേക്ക് പി ജെ ജോസഫ് കടക്കുന്നത്. ഒരു തരത്തിലും തങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശത്തെ അംഗീകരിക്കുകയില്ല എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്നു. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള റിസ്കുകൾ, ഈഗോ ക്ലാഷുകൾ ഒന്നും ഏറ്റെടുക്കാനുള്ള സാഹചര്യം നിലവിലില്ല. പരമാവധി മുന്നണിയെ വിപുലീകരിക്കാനുള്ള ആലോചനകളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. പി ജെ ജോസഫ് കട്ടായമായി തന്നെയും പറയും മാണി വിഭാഗത്തിന്റെ മുന്നണിയിൽ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ പി ജെ ജോസഫിന്റെ അഭിപ്രായത്തെ മാനിക്കാതിരിക്കാൻ UDF നേതാക്കൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്.